ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും UKയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ ആക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%-ലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%-ഓളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. UK വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും IT, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ UKയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ T. ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് UKയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായ മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ
നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്തയാഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലി സലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന റാമ്പ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.